അമ്മ ഇവിടെ കാണാനായിട്ടൊക്കെ എന്തുണ്ട്? നല്ല ഭംഗിയുള്ള സ്ഥലം? നല്ല സൂപ്പർ. കാണാൻ നല്ല രസമുള്ള നല്ല സ്ഥലം തന്നെയല്ലേ? ചാണ് പാറയെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്തായാലും വന്നതിന് വേണ്ടി അടിപൊളി ഒരു ഗുഹ കാണാൻ പറ്റി. ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് വ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന നമ്മുടെ നാട്ടിലെ തന്നെ മനോഹരമായ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഭരതന്നൂർ മൈലമൂട് കല്ലുവല ഭാഗത്താണ്. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ ആർച്ച് കണ്ടിട്ടാണ് ഞങ്ങൾ വെറുതെ അകത്തോട്ട് കയറി നോക്കിയത്. അപ്പം ഇത് വനദുർഗാദേവി ക്ഷേത്രമാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാണാനുണ്ടോ എന്ന് നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം. കുറച്ച് അപ്പുറത്തായിട്ട് ഒരു അമ്മ ഇവിടെ നിന്ന് തുണി വിരിക്കുന്നുണ്ട്. അപ്പൊ അവരടുത്ത് ചോദിക്കാം. അമ്മ ഇവിടെ കാണാനായിട്ടൊക്കെ എന്തുണ്ട്? നല്ല ഭംഗിയുള്ള സ്ഥലം? നല്ല സൂപ്പർ. കാണാൻ നല്ല രസമുള്ള നല്ല സ്ഥലം തന്നെയല്ലേ? ചാണ് പാറയെന്നാണ് അറിയപ്പെടുന്നത്. ചാണ് പാറയിൽ? അത് ഏത് ഭാഗത്താണ്? ഈ കല്ലുമല ഈ കിഴക്ക് ഭാഗത്ത്. കിഴക്ക് ഭാഗത്തല്ലേ? ഇവിടെ അടുത്ത് തന്നെ? അടുത്ത് തന്നെ. നടന്നു പോയാൽ കാണാൻ പറ്റും? കാണാൻ പറ്റും. ഇവിടെ ഈ വനത്തിന്റെ അതിർത്തി ഭാഗത്തായിട്ട് 2-3 യൂക്കാലിപ്സ് മരങ്ങൾ നിൽപ്പുണ്ട്. നേരത്തെ ഈ പ്ലാന്റേഷൻ ഫോറസ്റ്റിൽ നിറയെ യൂക്കാലിപ്സ് മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകളാണ് ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വൃക്ഷങ്ങളാണ്. ഇപ്പോൾ വ്യാപകമായിട്ട് മാഞ്ചിയം പോലെയുള്ള വൃക്ഷങ്ങളാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അതെന്താണ് കാര്യമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ ഇവിടെ മനോഹരമായ രീതിയിൽ മുളം കൂട്ടങ്ങളുണ്ട്. അപ്പം അവ ചേർന്നിട്ട് വനത്തിലോട്ടുള്ള ഒരു പ്രവേശന കവാടം പോലെ ഇങ്ങനെ ആർച്ച് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നേരത്തെ ആ അമ്മ പറഞ്ഞ പാറയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതെവിടെയെന്ന് അറിയത്തില്ല. ബോട്ട് നടന്നു നോക്കാം നമുക്ക്. ഫോറസ്റ്റിന്റെ അധീനതയിലുള്ള പ്രദേശമായതുകൊണ്ടാണ് ഈ മുളകളൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇത് ഇവിടത്തുകാർക്കൊന്നും മുറിക്കാൻ പറ്റത്തില്ല. ഇത് സർക്കാർ ലേലത്തിൽ വെക്കുമ്പോഴത്തേക്ക് മാത്രമേ ഇത് മുറിച്ചു മാറ്റാനുള്ള അവകാശമുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴിയെ നമുക്ക് ആ പാറയിലോട്ട് ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറിയിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു കയറി വേണം നേരത്തെ അമ്മ പറഞ്ഞ ചാണുപാറയിലേക്ക് പോകേണ്ടത്. ഇവിടെ നിറയെ ഈ പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ചെറിയ ചെറിയ പാറകളൊക്കെ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നുണ്ട്. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ധാരാളം ഇലപൊഴിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തറയിൽ നന്നായിട്ട് നോക്കി ശ്രദ്ധിച്ച് വേണം പോവേണ്ടത്. നല്ല വിഷമുള്ള ഇഴജന്തുക്കളൊക്കെ ഇവിടെ കിടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇത്രയും ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നു. അതുപോലെ തന്നെ നല്ല തണലുണ്ട്. അപ്പോൾ അവർക്ക് കയറി കിടക്കാനായിട്ട് സുഖമുണ്ടാകും. മാത്രമല്ല പാറകൾ ധാരാളം ഉള്ളതുകൊണ്ട് അവർ മാളങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം മുകളിലോട്ട് കയറേണ്ടത്. കണ്ടില്ലേ, ഇവിടെ ധാരാളം പാറക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയൊരു പാറക്കൂട്ടത്തിൻ്റെ അടുത്തെത്തി. നല്ല രസമുണ്ട് ഇവിടെ. നല്ല തണുപ്പുണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. ബോഡി എങ്ങനെയുണ്ട്? നല്ല തണുപ്പല്ലേ? അപ്പോഴും ഞങ്ങൾ താഴെ കണ്ട ആ അമ്മ പറഞ്ഞു തന്ന ചാടുപാറ ഇതാവാനാണ് സാധ്യത. കാരണം ഈ പ്രദേശത്ത് ഇത്രയും വലിയ പാറ വേറെ ഒന്നും കാണുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് മുകളിലോട്ടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നമുക്ക് സുരക്ഷിതമായിട്ട് മുകളിലോട്ട് കയറാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കാം, ഇവിടെ വഴിയുണ്ടാവും. നോക്കാം, കയറാം. ഇവിടെ ഒരു ഗുഹ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ മദ്യകുപ്പി കൊണ്ട് അഭിഷേകം തന്നെ. പുറത്തു നിന്ന് കണ്ടിട്ട് അകത്തോട്ട് നല്ല സ്പേസ് ഉള്ള ഗുഹയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും രണ്ട് കൽപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് ചാടി. ഞങ്ങളപ്പോൾ പുറത്തു നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ സാധാരണ കാണും പോലെ ഒറ്റപ്പാറയിൽ രൂപം കൊണ്ടിട്ടുള്ളൊരു ഗുഹയല്ല. ഇത് കുറേയേറെ പാറകൾ ചേർന്നിട്ട് രൂപം കൊണ്ടിട്ടുള്ളൊരു ഗുഹയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തുനിന്ന് സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒറ്റപ്പാറയിലുള്ള ഗുഹയ്ക്കകത്തൊക്കെ കയറുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇരുളം ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും പ്രകാശം ഇതിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും.
അതുപോലെ തന്നെ ഈ ഗുഹയ്ക്ക് ആവശ്യം കണ്ടിട്ട് ഇവിടെ മദ്യപാനികളുടെ ആവാസ കേന്ദ്രമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ധാരാളം മദ്യക്കുപ്പികളും ബിയറിൻ്റെ കുപ്പിയും മിനറൽ വാട്ടറിൻ്റെ കുപ്പിയും ഒക്കെ ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് ഇതൊക്കെ കഴിക്കാനായിട്ട് വരുന്നവർ ഇത് തിരികെ കൊണ്ടുപോകണമെന്നൊരു അപേക്ഷയുണ്ട്. ഈ സ്ഥലം ആസ്വദിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ അല്ലേ, അപ്പോൾ ഇവിടുത്തെ ജീവജാലങ്ങൾക്കൊന്നും ഇതൊരു ഭീഷണിയായിട്ട് മാറരുത് എന്നതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മേൽവശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന പാറകളെ താങ്ങി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ കീഴ്വശത്ത് ധാരാളം ചെറിയ പാറകളുണ്ട്. കണ്ടിട്ട് അടുപ്പ് കൂട്ടി വെച്ചതുപോലെ തോന്നുന്നില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇത് കണക്കുള്ള ചെറിയ ചെറിയ അറകളുണ്ട്, കണ്ടില്ലേ? എല്ലായിടത്തു നിന്നും പ്രകാശത്തേക്ക് വരുന്നുണ്ട്. ഏത് വശത്തേക്ക് നോക്കിയാലും ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ചാണുപാറ ഗുഹ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ഈ ഗുഹയും അതുപോലെ തന്നെ ഫോറസ്റ്റും ഈ ഫോറസ്റ്റ് വൃക്ഷങ്ങളിൽ ഏർമാടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നായിരിക്കും. നമ്മുടെ സഞ്ചാരികളൊക്കെ പൊതുവേ ഇതുപോലുള്ള ഫോറസ്റ്റും ഇത്തരത്തിലുള്ള ഗുഹകളൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ ആഗ്രഹം പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അപ്പോൾ എന്തായാലും വന്നതിന് വേണ്ടി അടിപൊളി ഒരു ഗുഹ കാണാൻ പറ്റി. ഇവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണ്, പേടിക്കാനൊന്നുമില്ല. അപ്പോഴിനി ഇതിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കാണണ്ടേ? അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതുവഴി അങ്ങ് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇറങ്ങിയത് അപ്പുറത്തൊക്കെ എൻ്റെ അടിയിൽ കൂടെ മുകളിൽ വന്ന ചേട്ടാ. അപ്പോൾ താഴെ നിന്നേക്കാട്ടി നല്ല സുഖമുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് കയറിയപ്പോഴത്തേക്ക്. അതേ കണ്ടില്ലേ, ഇത്രയും പാറകൾ ചേർന്നിട്ടാണ് ഈ ഗുഹ രൂപം കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആരോ ഇവിടെ ചുമന്നുകൊണ്ട് ഇട്ടതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും ആയിരിക്കില്ല, നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നും. നല്ല ഭംഗിയും നല്ല പച്ചപ്പുള്ള സ്ഥലം കേട്ടോ. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ? താഴോട്ട് നല്ല കുഴിയുണ്ട്. ഈ പാറയുടെ വിടവിൽ നോക്കിയാണ് ഒരു പാലമരം നിൽക്കുന്നതാണ്. ഇതിന് യക്ഷിപ്പാലയെന്നും അതുപോലെ കുണ്ടള പാലയെന്നൊക്കെ പറയും. ഈ പാലം പൂക്കുമ്പോഴത്തേക്കാണ് നല്ല മണം വരുന്നത്. ഈ പാലപ്പൂവിന് ഇത്രയും സുഗന്ധം ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ പണ്ട് കാലത്ത് ഉള്ള ആൾക്കാർ ഈ കൊച്ചു പിള്ളേരെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഈ പാലയിലാണ് യക്ഷിയിരിക്കുന്നതെന്ന്. നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഇനി കയറാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നല്ല മലനിരകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന നമ്മുടെ സുഹൃത്ത് അമ്പാടി കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയ വഴിയിൽ അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാൻ വേറൊരു വഴിയെ ഇങ്ങനെ മുകളിൽ കയറിയില്ലേ ചെയ്തത്. അപ്പോൾ അവനും കയറി വന്നു. പാടി എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലമല്ലേ? അപ്പോൾ ഈ പാറയുടെ അപ്പുറത്ത് ഒരു പാറയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഇവിടെ ഒന്ന് പോയി കാണിച്ചു തരാം. അമ്പാടി അമ്മ അങ്ങോട്ട് പോയാൽ എന്ത് നോക്കി വരണേ കേട്ടോ. കാറ്റേ ഇളം കാറ്റേ നീയും കൂടെ പോന്നോ. നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലവും കാറ്റൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഉള്ളിലെ കവി അറിയാതെ ഉണർന്നു പോയതാണ്. സാരമില്ല, ആരും കാര്യമാക്കണ്ട, അമ്പാടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം ഈ ഫോറസ്റ്റിൻ്റെ തലഭാഗം കാണുന്നത് നമ്മളെക്കാളും കീഴെയായിട്ടാണ്. ഞങ്ങളുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ച തമ്പുരാട്ടിപ്പാറയിലെ പോലെയോ അല്ലെങ്കിൽ തീവണ്ടിപ്പാറയിലെ പോലെയോ ഒന്നും വലിപ്പം ഇതിനില്ല. ഇതൊരു ഉയർന്ന പ്രദേശത്ത് നിൽക്കുന്നൊരു പാറ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ താഴ്ന്ന ഭാഗത്തായിട്ട് ഈ വൃക്ഷങ്ങളുടെ തലപ്പ് കാണാൻ കഴിയുന്നത്. പാടി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആരോ പറക്കി കൂട്ടിയതുപോലെ കാണപ്പെടുന്ന ഈ പാറകളെല്ലാം തന്നെ ഇത് ഈ ഗുഹയുടെ മേൽക്കൂരയായിട്ട് നിൽക്കുന്നവയാണ് കേട്ടോ. ഇവിടുത്തെ ഈ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ സ്ഥലം ആസ്വദിക്കാനൊക്കെ വരുന്നവരും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വരുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പാറയുടെ ഇടുക്കുകളിലൊന്നും വീണു പോവാതെ.
അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ ആസ്വദിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയാണ്. ഇനി ഫോറസ്റ്റിനുള്ളിൽ കുറച്ച് സ്ഥലം കൂടി കാണിച്ചു തരാം. ഇത് ഫോറസ്റ്റിന്റെ അധീനതയിലുള്ളത് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെയും അത്യാവശ്യം പൊട്ടിക്കാൻ പാറകളൊക്കെ ഉണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് ഗുഹയുടെ കുറച്ച് വശം കാണാൻ കേട്ടോ. അപ്പോൾ ഇതുവഴിയൊക്കെയാണ് ഗുഹയ്ക്കുള്ളിലേക്ക് വെട്ടം കയറി വരുന്നത്. അപ്പോൾ ഈ ഗുഹയുടെ അകത്ത് മാത്രമല്ല പുറത്തും ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്. അപ്പോൾ ഇതുവഴി താഴോട്ടിറങ്ങാം. മടി പാറപ്പുറത്ത് ഇല വീണ് കിടക്കിങ്ങനെ ഉണങ്ങിയ ഇലയാണ്. സ്ലിപ്പ് ആവാതെ സൂക്ഷിച്ച് വരണം കേട്ടോ. ഇതിലേ ഒരു വഴി തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതുവഴി കുറച്ച് ദൂരം നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് വരാം. നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോകുന്ന പോലത്തുള്ളൊരു പ്രതീതി അല്ലേ? മഞ്ഞിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അവിടേക്ക് പോയിട്ടുള്ളവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൂറിസം വകുപ്പൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ആക്കി എടുക്കാം നമുക്കിവിടെ. കാട്ടുപന്നിയൊന്നും വരായിരുന്ന ഭാഗ്യം. പിന്നെ നമുക്ക് ദൂരോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ടേ. ഒരു ദൂരം നിന്ന് വരുന്നെങ്കിൽ കാണാം. വല്ല മരത്തിലെങ്കിലും വലിഞ്ഞു പിടിച്ച് കയറാം. ഈ ഫോറസ്റ്റുകാർ ഇത് കുഴിയെടുത്ത് വെച്ചത് കൂടാതെ ഈ കായ്കളൊക്കെ വീണിട്ട് ഇവിടെ ധാരാളം വൃക്ഷത്തൈകൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുവഴി നടക്കാൻ നല്ല സുഖമുണ്ട്. ഈ ഇല വീണിട്ട് ഇങ്ങനെ അടുങ്ങി മെത്ത പോലെയായി മെത്തപ്പുറത്തൂടെ നടക്കുന്നതാണ് കേട്ടോ. രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. ഒറ്റയ്ക്കൊക്കെ ഉള്ള യാത്രയിൽ ആരും ഇങ്ങോട്ട് വരരുത് കേട്ടോ. രണ്ടുപേരെ വേണം, നല്ല ഇവിടേക്ക് വരാവും. സൂപ്പറല്ലേ? അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ഉള്ളിലോട്ട് ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ധാരാളം വഴികൾ ഈ ഫോറസ്റ്റിനുള്ളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അധിക ദൂരം മുന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാണ് ഇരിക്കുന്നത്. നമുക്ക് വഴി തെറ്റിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മൾ രാത്രിയായപ്പോലും ഇതിനകത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല. പണ്ട് ഈ നാട്ടിലൊക്കെയുള്ള മുതിർന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വഴിപിണക്കി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്. സംഭവം ഇതാണ്, അത് പ്രത്യേക സാധനമൊന്നുമല്ല. സംഭവം ഇതാണ്, നമ്മൾ വനത്തിനുള്ളിലായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. അപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയല്ലേ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടയാളം വെച്ച് പോകണം. എന്നിരുന്നാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പരിചയമുള്ള ആരെങ്കിലും, ഈ വനത്തിന് നല്ല പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. തൽക്കാലം വീഡിയോയുടെ ലെങ്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട്. അതിൽ മനോഹരമായിട്ടുള്ള ചൂരൽക്കാടും വനത്തിനുള്ളിലെ സെറ്റിൽമെൻറ്റ് കോളനിയും അതുപോലെ തന്നെ കാട്ടാറിൻ്റെ മനോഹരമായ നീരൊഴുക്കും ഈറക്കാടുകളും ഒക്കെ അടങ്ങുന്ന മനോഹരമായിട്ടുള്ള കാടിൻ്റെ വീഡിയോസാണ്. അപ്പം അത് എല്ലാവരും കാണണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം കാഴ്ചകൾ കാണാൻ വരിക. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഓക്കെ, ബൈ.